എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആ ഒരു വേദിയിൽ വെച്ച് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒക്കെ ഇരുന്ന, ഷാരൂഖ് ഖാൻ ഒക്കെ ഇരുന്ന ആ ഒരു വേദിയിൽ ലാലേട്ടൻ പറഞ്ഞ ഒരു മലയാളം സ്റ്റേറ്റ്മെന്റ് ആണ്. മലയാളത്തിൽ ലാലേട്ടൻ പറഞ്ഞ ഒരൊറ്റ ഒരു കാര്യമാണിത്. ഇന്ത്യൻ സിനിമയിലെ ഒരു കലാകാരന് ലഭിക്കാൻ കഴിയുന്ന പരമോന്നത അധികാരം, അതാണ് ഈ ഒരു അവാർഡ്. ഇതൊരു ചെറിയ നേട്ടമല്ല. ലാലേട്ടൻ പറഞ്ഞ ഈ ഒരു ആത്മാവിന്റെ സ്പന്ദനം എന്ന് പറയുന്ന ഈ ഒരു പരാമർശം, അതിലൊരു അതിശോക്തിയും ഇല്ല എന്ന് 48 കൊല്ലം കൊണ്ട് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു ലിവിങ് ലെജൻഡ് ആണ് മോഹൻലാൽ. ഇന്ന് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഒരു ദേവദൂതൻ സിനിമയിലെ എന്തരോ മഹാനുഭാവുലു എന്ന ആ ഒരു ഗാനത്തിന്റെ അകമ്പടിയോടെ മുണ്ടും ഷർട്ടും ധരിച്ച ആ മനുഷ്യൻ നടന്ന് ബിഗ് ബോസ് വീടിന്റെ വേദിയിലേക്ക് വന്നപ്പോ ശരിക്കും രോമാഞ്ചം എന്ന ആ ഒരു സംഭവം കിട്ടി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വാക്കുകൾക്ക് അതീതമായ ഒരു ഫീലിംഗ് ആയിരുന്നു. അത്രയും വലിയൊരു ബഹുമതി ലഭിച്ച മനുഷ്യൻ ഇനി ഞാൻ എന്റെ പിള്ളേരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഹോസ്റ്റ് ചെയ്തത് അഞ്ജന നമ്പ്യാരാണ്. ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ബിഗ് ബോസ് ക്രൂ മെമ്പർ ആണ് അഞ്ജന നമ്പ്യാർ. അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ വരുന്നത്. ഒരു കോർപ്പറേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു കേക്ക് കട്ടിംഗ് സെറമണി ഒക്കെ കഴിഞ്ഞ് ഒരു സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് എപ്പിസോഡിലേക്ക് പോയത്. ലാലേട്ടനെ പറ്റി വേറെ എന്നാ പറയാനാണ്? വി ഓൾ ലവ് ദാറ്റ് മാൻ. ഇന്ത്യൻ സിനിമയിലെ എന്നല്ല, ലോകത്ത് തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻനിരയിൽ വരുന്ന ഒരാളാണ്. എല്ലാ ആഴ്ചയും ലാലേട്ടനെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ തൊട്ട് മുമ്പിൽ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാല് അത് ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ ഒരു അതുല്യ നേട്ടമാണ്. അതിലേറെ മലയാളി പ്രേക്ഷകരുടെ ഒരു അതുല്യ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.